വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയുള്ള മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ് ഈ വീട് വരുന്നത്. ഈ വീട് വരുന്ന ലൊക്കേഷൻ കിഴക്കമ്പലം 2020 പഞ്ചായത്തിലാണ്. ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം ഒരു 200 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള അകലം വരുന്നത്. 4.75 സെന്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മോഡേൺ ഡിസൈനാണ് വീടിന് എലിവേഷന് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് എ ടൈപ്പ് സ്ട്രക്ചർ കാണാം. അതിൻ്റെ അടുത്തായിട്ട് ബാൽക്കണിയാണ് വരുന്നത്. വലിയ ബാൽക്കണി നൽകിയിരിക്കുന്നു. വീടിന്റെ ഫ്രണ്ടിലുള്ള ഇന്റർലോക്ക് വിരിച്ച് മനോഹരമാക്കിയ റോഡാണിത്. ഏകദേശം 4 മീറ്ററാണ് ഈ റോഡിന്റെ വിഡ്ത്ത് വരുന്നത്. വീടിന്റെ മതിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള മതിൽ നൽകിയിരിക്കുന്നു. ടെക്സ്ചർ വർക്കുകൾ കാണാം. അവിടെ 4-way LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ 2 ഗേറ്റ് ലൈറ്റുകൾ വരുന്നുണ്ട്. സ്ക്വയർ ട്യൂബിലും ഡെക്കൂഡിലും GI ഷീറ്റിലുമായിട്ടാണ് ഗേറ്റ് ഒരുക്കിയിരിക്കുന്നത്. ഒരു ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്യാവുന്ന ഗേറ്റും ഒരു ഭാഗത്തേക്ക് സ്ലൈഡ് ചെയ്യാവുന്ന ഗേറ്റുമാണ് വരുന്നത്. വീടിനകത്ത് 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം മുറ്റത്ത് ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ്. അവിടെ ഒരു 3 പാളി ഫ്രഞ്ച് വിൻഡോ നൽകിയിട്ടുണ്ട്. കാർ പോർച്ചിലും ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് ഇന്റർലോക്കിംഗ് ബ്രിക്സ് ആണ്. അതിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. വീടിന്റെ ഇരുവശത്തും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കോർണറിലായിട്ടാണ് കിണർ വരുന്നത്. കിണർ ടെക്സ്ചർ വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. KWA വാട്ടർ കണക്ഷൻ ആവശ്യമെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്, എടുക്കാവുന്നതാണ്. വീടിന്റെ ഈ ഭാഗത്തും നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് വീടിന്റെ പുറത്തുള്ള വിശേഷം. ഇനി നമുക്ക് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. വലിയ സിറ്റ് ഔട്ട് ഒരുക്കിയിരിക്കുന്നു. 4-5 കസേരകൾ ഇട്ടിരിക്കാവുന്ന രീതിയിലുള്ള സിറ്റ് ഔട്ടാണ് വരുന്നത്. ഫ്രഞ്ച് വിൻഡോ വരുന്നുണ്ട്. മുകൾ ഭാഗത്തായിട്ട് ചെറിയ ഫോൾ സീലിംഗ് പോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് മെയിൻ ഡോർ. വലിയ ഒറ്റപ്പാളയുള്ള മെയിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. നല്ല കട്ടിളകളും നൽകിയിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നത് ഈ കാണുന്ന ലിവിങ് സ്പേസിലേക്കാണ്. വെട്രിഫൈഡ് ടൈല് തന്നെയാണ് നൽകിയിരിക്കുന്നത്. വലിയ ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് വരുന്നത്. ഇവിടെ TV യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. മുകളിൽ പഴയ മച്ചുകളെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്ക് ഒരുക്കിയിട്ടുണ്ട്. TV യൂണിറ്റ് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. സെന്റർ ഭാഗത്തായിട്ടാണ് TV വരുന്നത്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ജനലിന്റെ അഴികളെല്ലാം സ്റ്റീൽ അഴികളാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ആർക്കി ഡ്രൈവ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ കിച്ചനും ഡൈനിങ് സ്പേസും എല്ലാം ചേർന്ന് ആർക്കി ഡ്രൈവ് കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലാണ്. വലിയ വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് പ്രൊഫൈൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 4 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വാഷ് കൗണ്ടർ. കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. സെറയുടെ നല്ലൊരു വാഷ് ബേസിൻ, അതൊരു ടാപ്പും വരുന്നുണ്ട്. നല്ലൊരു മിറർ കൊടുത്തിരിക്കുന്നു. ഫ്ലൂട്ടഡ് പാനൽ ഉപയോഗിച്ചിട്ടുള്ള ഡിസൈൻ വർക്ക് ഇവിടെ കാണാം. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് പോകാനായിട്ടുള്ള സ്റ്റെപ്പ് വരുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നാണ്. അതിനടിയിലായിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് വരുന്ന എൽ ഷേപ്പിലാണ്. ബ്ലാക്ക് കളറാണ് കൗണ്ടർ ടോപ്പിന് കൊടുത്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് വാൾ ടൈലുകൾ ഒട്ടിച്ചിരിക്കുന്നു. മുകളിലും താഴെയുമായിട്ട് ഒരുപാട് കബോർഡുകൾ നമുക്ക് കാണാം. പ്രൊഫൈൽ ഹാൻഡിലുകളാണ് കബോർഡുകൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സിങ്ക് വരുന്നുണ്ട്. ഹാൻഡ് മെയ്ഡ് സിങ്ക് ആണ് വരുന്നത്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വർക്ക് ഏരിയക്കുള്ള സ്പേസ് പുറത്ത് അവൈലബിൾ ആണ്. ആവശ്യമെങ്കിൽ വർക്ക് ഏരിയ ചെയ്തെടുക്കാവുന്നതാണ്. ഈ സ്പേസാണ് വർക്ക് ഏരിയക്ക് ചെയ്തിരിക്കുന്നത്.
ഇനി താഴത്തെ നിലയിലുള്ള ബെഡ്റൂം നോക്കാം. 2 ബെഡ്റൂമുകളാണ് താഴത്തെ നിലയിലുള്ളത്. ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. കട്ടിലകളെല്ലാം മൾട്ടിവുഡ് ഉപയോഗിച്ച് പാനൽ ചെയ്തിട്ടുണ്ട്. കയറി വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ കാണുന്ന വാർഡ്രോബാണ്. 3 പാളിയുള്ള വാർഡ്രോബാണ് വരുന്നത്. ഒരു ചെറിയ ഡ്രസ്സിങ് ഏരിയ കൂടി വാർഡ്രോബിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് സ്പേസ് അവൈലബിൾ ആയിട്ടുള്ള വാർഡ്രോബാണിത്. ഇരുവശത്തുമായിട്ട് ഓരോ പാളികളുള്ള ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കാർ പോർച്ചിൻ്റെ പുറകിൽ വരുന്ന ജനലാണ്. അതിനെല്ലാം സൈഡിലായിട്ട് പാനൽ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നു. ഇവിടെയാണ് ബാത്റൂം. തേക്കുഡിൻ്റെ ഡിസൈനിലുള്ള ബാത്റൂം ഡോറുകളാണ് വരുന്നത്. ഫൈബർ ഡോർ തന്നെയാണ് വരുന്നത്. ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈൽ കൊടുത്തിരിക്കുന്നു. മുകളിൽ എക്സോസ്റ്റ് ഫാൻ്റെ പോയിന്റാണ്. ഇവിടെ വരുമ്പോൾ വിൻഡോ വരുന്നുണ്ട്. താഴെയായിട്ട് ക്ലോസറ്റ് വരുന്നു. കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ് വരുന്നത്. സെൻട്രൽ ഭാഗത്തായിട്ടാണ് നമുക്ക് ഷവർ വരുന്നത്. സെറയുടേതാണ് സാനിറ്ററി ഫിറ്റിങ്സുകളെല്ലാം ഇവിടെ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. കൂടാതെ 3 ഫേസ് കണക്ഷൻ ആണ് ഇവിടെ ഈ വീടിന് ചെയ്തിരിക്കുന്നത്. ഇതാണ് ബെഡ്റൂം. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ പാളികളുള്ള ജനൽ ഇവിടെയും കൊടുത്തിരിക്കുന്നു. മുകളിൽ ഫോൾ സീലിംഗ് വളരെ സിമ്പിളായിട്ടാണ് വരുന്നത്. വാർഡ്രോബും ഒരുക്കിയിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയ വാർഡ്രോബിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. ബാത്റൂമിൻ്റെ ഡോറ് ഫൈബറിലാണ് ചെയ്തിരിക്കുന്നത്. തേക്കുഡിൻ്റെ ഡിസൈനിലാണ് ഫൈബർ ഡോറ് കൊടുത്തിരിക്കുന്നത്. വലിയ വിശാലമായിട്ടുള്ള ബാത്റൂമാണിത്. സാധാരണ വീടുകൾക്ക് കാണാത്ത രീതിയിലുള്ള വലിയ ബാത്റൂം കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് ക്ലോസറ്റ് വരുന്നത്. കൺസീൽഡ് ഫ്ലഷ് ടാങ്കും വാൾ ഹാങ്ങും ക്ലോസറ്റുമാണ് വരുന്നത്. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ. ഈ അവസാന ഭാഗത്തായിട്ടാണ് ഷവർ കൊടുത്തിരിക്കുന്നത്. സാനിറ്ററി ഫിറ്റിങ്സുകളെല്ലാം സെറ എന്ന കമ്പനിയുടേതാണ്. ഇവിടെ വാഷ് ബേസിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് താഴത്തെ നിലയിലുള്ള വിശേഷം. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. മുകളിലത്തെ നിലയിലേക്ക് പോകുമ്പോൾ സ്റ്റെപ്പ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെപ്പുകൾ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു. നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു പർഗോള നമുക്ക് കാണാം. അവിടെ നിന്ന് ഫോൾ സീലിംഗ് വർക്കുകൾ മുകൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോകുന്നുണ്ട്. അപ്പർ ലിവിങ് സ്പേസ് വരുന്ന ഒരു എൽ ഷേപ്പിലായിട്ടാണ്. ഇവിടെ നമുക്ക് ഒരു കമ്പ്യൂട്ടർ ടേബിൾ, സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അപ്പർ ലിവിങ് ഏരിയ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള അപ്പർ ലിവിങ് സ്പേസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് TV യൂണിറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകളും ഒരു മുകളിലൊരു ലെഡ്ജും ക്യൂരിയോസും ഒക്കെയുള്ള സ്പേസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 3 പാളി ജനലാണ്. അപ്പർ ലിവിങ് ഏരിയയിൽ നിന്ന് മുകളിലെ 2 ബെഡ്റൂമിലേക്കും യൂട്ടിലിറ്റി സ്പേസിലേക്കും ബാൽക്കണിയിലേക്കുമുള്ള ഡോറ് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുകളിലത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂമിലാണ്. മുകളിൽ ഫോൾ സീലിംഗ് വരുന്നുണ്ട്. ഇത് വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. താഴത്ത് കണ്ട ബാത്റൂമിൻ്റെ അതേ വലിപ്പം തന്നെ ഈ ബാത്റൂമിനും കൊടുത്തിട്ടുണ്ട്. ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. ബാക്കി എല്ലാ ഫിറ്റിങ്സുകളെല്ലാം സെയിം തന്നെയാണ് ഈ ബാത്റൂമിൽ ചെയ്തിരിക്കുന്നത്. ഇതാണ് 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക്. ഇവിടെ 2 വശത്തും ജനൽ വരുന്നുണ്ട്. ഇത് വാർഡ്രോബാണ്. ഡ്രസ്സിംഗ് ഏരിയ കൂടി വാർഡ്രോബിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇതാണ് ബാത്റൂം. ഇനി യൂട്ടിലിറ്റി സ്പേസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതും കോൺക്രീറ്റിൽ തന്നെയാണ് ഈ ഭാഗം മുകൾ ഭാഗത്ത് ചെയ്ത് എടുത്തിരിക്കുന്നത്. നല്ല വിശാലമായിട്ടുള്ള ഏരിയ ആണിത്. ഇവിടെ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ജനലും വരുന്നുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് അവൈലബിൾ ആണ്. മുകളിലേക്ക് ടെറസിലേക്ക് പോകാനായിട്ട് ഈ ഡോറ് തുറന്ന നമുക്ക് ടെറസിൽ പോകാവുന്നതാണ്. അതിനുള്ള ഗോവണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ബാൽക്കണിയാണ് കാണാനുള്ളത്. ബാൽക്കണി വരുന്നത് ഇവിടെയാണ്. നല്ല വിശാലമായിട്ടുള്ള ബാൽക്കണിയാണ് ഈ വീടിൻ്റെ പ്രത്യേകത. ബാൽക്കണി 2 പോർഷനായിട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ വീതി കൂടിയ ഒരു ഏരിയയാണ്.
ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത്, പാരപ്പറ്റ് കൊടുത്തിരിക്കുന്നത് സ്റ്റീലിംഗ് ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്കും വരുന്നുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 10 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. മെയിൻ ബസ് റൂട്ടിലേക്ക് ഒരു 200 മീറ്റർ താഴെയാണ് അകലം. 4.25 സെന്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം ഒരു 3 കിലോമീറ്ററാണ് അകലം. അതുപോലെ സമരറ്റിന് ഹോസ്പിറ്റലിലേക്ക് 2 കിലോമീറ്റർ മാത്രമാണ് അകലം വരുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു വീട്. ഈ വീടിൻ്റെ വില 85 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. ഈ വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.